രാവണനേ ഉള്ളൂ തനിക്ക് എന്ന് കണക്കാക്കി രാവണൻ്റെ അടുത്ത് ചെന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കപ്പം ഈ അകമ്പനൻ പറഞ്ഞത് കേട്ട് രാവണനെക്കുറിച്ച് കേട്ടിട്ട് സീതയെ മോഷ്ടിച്ചുകൊണ്ടുവരാനായിട്ട് പുറപ്പെട്ടു രാവണൻ. അപ്പം ആ ഉപദേശമൊക്കെ കേട്ടിട്ട് വേണ്ട, ആ പരിപാടി വേണ്ട എന്ന് വെച്ചു. രണ്ടാമത് ശൂർപ്പണഖ ചെന്ന് ഈ വർത്തമാനം പറഞ്ഞപ്പോൾ വീണ്ടും രാവണൻ മാരീചൻ്റെ അടുത്തേക്ക് ചെന്നു. ഈ മാരീചൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വെച്ചാലും അതൊന്നും അദ്ദേഹത്തിന് ചെവിക്ക് ചെന്നില്ല. കൊടുക്കപ്പം ഇനി എന്തേ ഉള്ളൂ, ഇതാ ഇങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് രാമൻ ഇത്ര വീരത്വം കാണിച്ചു വെച്ചാൽ ഈ യൗവനപ്രായം ഇല്ലേ, നല്ല തികഞ്ഞ യൗവനപ്രായത്തിലിരിക്കണ കൃതവിദ്യനായ എല്ലാ വിദ്യകളും സ്വായത്താക്കിയിട്ടുള്ള രാമന് അന്നൊക്കെ എന്താ വെച്ചാൽ പഠിച്ചു വരുന്ന കുട്ടിയാണ്. ആ പഠിക്കണ കാലത്ത് ഈ വലിയ പ്രഭാവം കാണിച്ചു വെച്ചാൽ പഠിച്ച് എല്ലാം പ്രാപ്തിയാക്കി വരുത്തിയിട്ടുള്ള കാലത്ത് എന്തൊക്കെ ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കണം, പോവരുത്. എനിക്ക് രാമൻ്റെ സ്വഭാവവും സമ്പ്രദായം നല്ലോണം അറിയാം. അതായത് രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ. ഈ വരി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. രാമനെക്കുറിച്ച് പറയും, വാൽമീകി രാമായണത്തിൽ എന്നും പറയും. പക്ഷെ ഇത് പറയണത് ആരാണ് രാമനെക്കുറിച്ച്? മാരീചനാണ്. അതായത് രാമൻ്റെ ശത്രു മാരീചനാണ് ഈ വാക്യം പറയണത്. അതായത് അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, ഇപ്പം നമ്മൾക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മളെക്കുറിച്ചുള്ളതും ഇല്ലാത്തതുമായ മഹിമകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടപ്പെട്ടവരെ, ഇപ്പം നമ്മളെന്തെങ്കിലും സഹായം ചെയ്തവരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കണവരോ നമ്മുടെ ബന്ധുക്കളോ നമ്മളോട് സ്നേഹമുള്ളവരൊക്കെ ചോദിച്ചാൽ അവരെന്ത് പറയും? നമ്മളെക്കുറിച്ച് വളരെ നന്നായിട്ട് അങ്ങനെ പറയും. നമ്മുടെ ശത്രുക്കളോട് ചോദിച്ചാലാണ് ശരിയായ വിവരം കിട്ടുക. എന്ത്, അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുമോ? പറയില്ല. അപ്പം രാമൻ്റെ ശത്രുവാണ് ഈ മാരീചൻ. ആ ശത്രുവായ മാരീചന് പോലും രാമനെക്കുറിച്ച് പറയാൻ എന്തേ ഉള്ളൂ? രാമോ വിഗ്രഹവാൻ ധർമ്മ. അപ്പം നമ്മളെക്കുറിച്ച് നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും നന്നായിട്ട് എന്തെങ്കിലും പറയണുണ്ടെങ്കിൽ കൂട്ടിക്കോളൂ, അതുള്ളതായിരിക്കും. ശത്രുക്കൾ നമ്മളെക്കുറിച്ച് അല്ലേ, ഒരുത്തൻ്റെ ശത്രു തൻ്റെ ശത്രുവിനെ കുറിച്ച് ഒരുത്തൻ നന്നായിട്ട് എന്തെങ്കിലും ഒരു അംശം പറയുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ അംശം എന്തായാലും പരമാർത്ഥമായിരിക്കും. കാരണം എന്താ ചോദിച്ചാൽ ശത്രുവിനെ കുറിച്ച് ഇങ്ങനെ നന്മ പറയുക എന്നുള്ളത് പൊതുവേ ശീലമില്ല, പതിവില്ല. അപ്പം അതുകൊണ്ട് രാമനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ അഭിപ്രായം, രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നത് പറയുന്നത് ആരാണ്? മാരീചനാണ്. രാമൻ്റെ ബന്ധുവൊന്നുമല്ല, സുഹൃത്തുമല്ല, ശത്രുവാണ്. അപ്പം ആ ഒരു പ്രയോഗം രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരായണ എന്ന് പറഞ്ഞില്ലേ, അത്ര സത്യപരാക്രമനായ രാമൻ ധർമ്മമൂർത്തിയാണ് എന്ന് രാവണനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പോലും രാവണൻ അത് തോന്നിയില്ല. കൊടുക്കപ്പം എന്താണ്ടായി ചോദിച്ചാൽ, തനിക്ക് മരണം ഉണ്ടാവും. ആ മരണം രാവണൻ്റെ കൈകൊണ്ടും ആവാം, രാമൻ്റെ കൈകൊണ്ടും ആവാം. നല്ലത് രാമൻ്റെ കൈകൊണ്ട് ആവുകയാണ് എന്ന് കണക്കാക്കി. ശരി, എന്ന് അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു. മാരീചൻ ഏറ്റു. മാരീചൻ ഏറ്റു എന്ന് മാത്രമല്ല, എന്നിട്ട് എന്താ ചെയ്തു വെച്ചാൽ ഒരു സ്വർണ്ണ നിറമുള്ള മാനിൻ്റെ വേഷം ധരിച്ചു വന്നു. ആ പൊന്മാനായിട്ട് വന്ന് മെല്ലെ ഇങ്ങനെ സീതയെ മോഹിപ്പിച്ച് സുന്ദര സ്വരൂപമുള്ള മാനിനെ കിട്ടണമെന്നൊരു മോഹം ഉണ്ടാക്കിച്ചിട്ട് മൃഗോ ഹ്യേവം വിധോ രത്നചിത്രോ നാസ്തി രാഘവ. അപ്പം ഈ മാനിൻ്റെ രൂപത്തിൽ സ്വർണ്ണപ്പുള്ളിയൊക്കെ ഉള്ള മാനായിട്ട് വന്ന ആശ്രമത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത് കണ്ടപ്പോൾ സീത എന്ത് ചെയ്തു? ഭർത്താവേ അല്ലേ, ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം, എത്രയും ചിത്രം ഇങ്ങനെ ഒരു അത്ഭുതമായിട്ടുള്ളൊരു മാനിനെ നമ്മൾ കാലം വരെ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല. എന്തോ ഒരു അത്ഭുതമല്ലേ, അതല്ലേ പറയണത്. നോക്കൂ, ജഗത്യാം ജഗതീനാഥ മയ, നോക്കൂ മായേഷാഹി ന സംശയ. ഒന്നാന്തരം അസലായ മാനാണല്ലോ ഇരിക്കണത്. ഈ രത്നം പതിച്ച മാതിരി ഉണ്ടല്ലോ അതിൻ്റെ പുള്ളികൾ കാണാൻ, അതിൻ്റെ നിറം നല്ല സ്വർണത്തിൻ്റെ നിറമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വർണ്ണമാനായിട്ട് പുള്ളികളൊക്കെ സ്വർണത്തിൻ്റെ രത്നത്തിൻ്റെയൊക്കെ മട്ടായിട്ട് വന്ന ഈ മാൻ ആശ്രമത്തിൻ്റെ മുമ്പിൽ വന്ന് നല്ലോണം അങ്ങനെ ഓടിച്ചാടി കളിച്ചു. അപ്പോഴേക്ക് സീതയ്ക്ക് ഇത് കണ്ടപ്പോൾ എന്താ ഉണ്ടായത്? ഇതിനെ കിട്ടിയാൽ തിരക്കേടില്ല എന്നൊരു മോഹായി ഇപ്പം ഭർത്താവായ ശ്രീരാമേന്ദ്ര സ്വാമിയുടെ അടുത്ത് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? അപ്പോൾ ആനയേനം മഹാബാഹോ ഒക്കെ ഇതിനെ ക്രീഡാർത്ഥം നോ ഭവിഷ്യതി. അതിനെ അങ്ങ് പിടിച്ചോണ്ട് വരുമോ? നമുക്കിന്ന് അവിടെ ആശ്രമത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ച് കളിപ്പിക്കാനൊക്കെ നല്ല രസമാവും. എനിക്കതിന് പിടിച്ചോണ്ട് വന്ന് തരുമോ ചോദിച്ചു. എന്താ നിശ്ചണ്ടോ, ഇതിനിപ്പോൾ അങ്ങ് പിടിച്ചു കൊണ്ടുവന്നാലേ നമുക്ക് വനവാസം കഴിഞ്ഞ് കൊട്ടാരത്തേക്ക് പോകുമ്പം കൂടെ കൊണ്ടുപോകാമല്ലോ. ഇങ്ങനെയുണ്ട്. അതല്ലേ പറഞ്ഞത്, സമാപ്ത വനവാസാനാം രാജ്യസ്ഥാനാം ച നഃപുന അന്തഃപുരേ വിഭൂഷാർത്ഥോ മൃഗ ഏഷ ഭവിഷ്യതി. അങ്ങനെ അന്തഃപുരത്തിൽ ചെന്നാൽ നമ്മുടെ അന്തഃപുരത്തിൽ വളർത്താലോ, ഇതിനെ നല്ല ഭംഗിയുണ്ടാവും. എന്താ അങ്ങനത്തെ അഭിപ്രായം? പിടിച്ചോണ്ടുവരും, അതിനെ പിടിച്ചോണ്ടുവരണേ എന്നും പറഞ്ഞു. ആവട്ടെ എന്ന് എന്നിട്ട് പറയുകയും ചെയ്തു, എന്തെങ്കിലും എങ്ങനെയായാലും തിരക്കണ്ട,
കയറില്ല, അങ്ങനെ ഇനി പിടിച്ചോണ്ട് വരണം, എനിക്ക് അതിൻ്റെ മോഹം അങ്ങോട്ട് തീരണില്ല എന്ന് ആര് പറഞ്ഞു? സീത പറഞ്ഞു. അപ്പോൾ സീത ഇത് പറഞ്ഞ സമയത്ത് സീത എന്നെ എന്നിട്ട് ആത്മഗതം പോലെ പറയുകയും ചെയ്തു, കാമവൃത്തം ഇതം രൗദ്രം സ്ത്രീണാം അദൃശം മതം. ഇതൊന്നും ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വരാത്തതാണ്. എന്തെങ്ങനെ ഒരു സംഗതിയോട് ഇതുവരെ എനിക്കൊരു കലശലായ മോഹം തോന്നാത്തത്. സാധാരണ ഈ രൗദ്ര സ്ത്രീകൾ അത് സാധാരണ ഈ കഥയില്ലാത്ത പെണ്ണുങ്ങൾക്ക് തോന്നണം ജാതി മട്ടയ്ക്ക് ഞാൻ തോന്നാത്തതാണ്. എന്തേ ആവും അങ്ങനെ തോന്നാൻ ഇല്ലേ? അതാണ് പറയണത്. നോക്കൂ, ഇത് സീദേവി ഇതൊക്കെ പറഞ്ഞിട്ട് പറയും, ഇനി അതിന് ജീവനോടെ കിട്ടിയില്ല വെച്ചാലേ കൊന്നിട്ടെങ്കിൽ അങ്ങ് കൊണ്ടുവരണം. എന്താണെന്നറിയൂ, എന്നാൽ നമുക്ക് അതിൻ്റെ തോല് വിരിച്ചിട്ട് നമ്മുടെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അതിലിങ്ങനെ ഇരിക്കാമല്ലോ. ഇതിലെ ഇതിൻ്റെ സ്വർണ്ണത്തോല് വിരിച്ചിട്ട് അതിലിങ്ങനെ ഇരിക്കുമ്പോൾ രസമല്ലേ, ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ, കൊണ്ടുവരണേ എങ്ങനെന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തേ ചെയ്തത്, ഈ മാനാണെങ്കിൽ ഇങ്ങനെ വായും തുറന്ന് ചാടി വരും പോവും. അപ്പോൾ ഇതിൻ്റെ ഈ മായയുടെ പ്രഭാവം കണ്ടപ്പം ലക്ഷ്മണൻ അടുത്തേക്ക് വന്നിട്ട് രാമനോട് പറഞ്ഞു, ഇതെന്താണെന്നറിയോ, യതിവായം യഥായന്മാം, ഇത് മാനൊന്നുമല്ല ഏട്ടാ. അങ്ങനെ സ്വർണം കൊണ്ട് എവിടെയെങ്കിലും മാനിനെ കണ്ടിട്ടുണ്ടോ? രത്നപ്പുള്ളിയുള്ള മാനിനെ കണ്ടിട്ടുണ്ടോ? ഇത് മാനല്ല, ഇതേ മാരീചൻ എന്ന് പേരായ രാക്ഷസന്റെ മായയാണ് ജ്യേഷ്ഠ എന്നാര് പറഞ്ഞു? ലക്ഷ്മണനെ കുറച്ച് വിവരമൊക്കെ ഉണ്ട്. ലക്ഷ്മണൻ പറഞ്ഞു. അപ്പം ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, ആയിക്കോട്ടെ കുട്ടിയെ, ഇനി മായയാണെങ്കിലും അല്ല മാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? രാക്ഷസനാണെങ്കിൽ കുഴപ്പമില്ല, അതിനെ ഞാൻ കൊന്നിട്ടെങ്കിലും ഇങ്ങോട്ട് വരും, എന്തെങ്കിലും പോയിട്ട് വരാം. സീതയൊരു മോഹം പറഞ്ഞാൽ അത് നടത്തി കൊടുക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് രാമൻ അമ്പും വില്ലൊക്കെ ആയിട്ട് പോകാൻ പുറപ്പെട്ടു. അമ്പും വില്ലായിട്ട് പോകാൻ പുറപ്പെട്ട സമയത്ത് എന്ത് ചെയ്തു? രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണൻ നല്ലോണം നോക്കണം, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോവുകയാണ്. പിന്നെ മാത്രമല്ല, എന്താ വെച്ചിട്ട് ഇവിടെ കാടാണ്, കാട്ടിൽ രാക്ഷസന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് സീതയെ നീ നല്ലോണം സൂക്ഷിക്കണം. എന്ത് പ്രകോപനം ഉണ്ടായാലും സീത ഇവിടെ ഒറ്റയ്ക്കിട്ട് എങ്ങോട്ടും പോകരുത്, എന്ത് തന്നെ വന്നാലും എന്ത് ചെയ്യരുത്, സീതാദേവി അവിടെ ഒറ്റയ്ക്കാക്കി പോകരുത്. എനിക്കറിയാലോ കാട്ടാളന്മാരുടെയൊക്കെ പ്രത്യേകത, നമ്മളത് കണ്ടും കൊണ്ട് വരുന്നവരല്ലേ, അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം എന്നും പറഞ്ഞു. എന്ത് ചെയ്തോളൂ, ഞാൻ എന്നിട്ട് മാനെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് രാമൻ പോവുകയും ചെയ്തു. ഇവിടെ രാമൻ പോയ സമയത്ത് നമ്മുടെ എന്ത് വരച്ചു എന്നാ പറയുക, മറ്റേ എൻ്റെ ചുറ്റും അങ്ങനെ ഒരു സംഗതി ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല കേട്ടോ. ലക്ഷ്മണരേഖ വരച്ചു എന്നൊന്നും വാൽമീകി രാമായണത്തിലൊന്നും ഇല്ല. അധ്യാത്മരാമായണത്തിലും അങ്ങനെ രേഖ വരച്ചതായിട്ടൊന്നും പറയണില്ല. രേഖ വരച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ലക്ഷ്മണനെ ഏൽപ്പിച്ചു പോയി എന്നേ ഉള്ളൂ. ഇവിടെയും അത്രേ ഉള്ളൂ. പിന്നെ ഈ രേഖ വരച്ചു എന്നൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ മറ്റേതിന് കൊല്ലണതിന് ഉണ്ടാക്കിയപ്പോൾ എന്താ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവില്ലേ? മറ്റേ സാധനം വരയ്ക്കാറില്ലേ, പ്രാണി കൊല്ലണതിൻ്റെ വരുന്ന അതന്നെ. അപ്പം അങ്ങനെ ഒരു രേഖ വരച്ചിട്ട് നിർത്തിയതായിട്ടൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അത് ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ പല ജാതി കഥകൾ കേൾക്കുമ്പോൾ ഏതിലത്തെ നിശ്ചലയുണ്ടേ നമ്മൾ ഇതിലുണ്ട് എന്നൊക്കെ അങ്ങോട്ട് പറയും ചിലപ്പോൾ. അങ്ങനെ ഇല്ല. അപ്പോൾ ആ ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല. അധ്യാത്മരാമായണത്തിൽ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ലക്ഷ്മണനെ ഏൽപ്പിച്ചു. ലക്ഷ്മണ നോക്കണേ നല്ലവണ്ണം, തനിക്ക് എന്ത് പ്രകോപനം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതൊക്കെ തരത്തിൽ പ്രകോപിതനായാലും എന്ത് ചെയ്യരുത്, സീതയെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോരരുത്. കാരണം എന്താ വെച്ചോ, രാക്ഷസന്മാർ പലജാതി രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്, കൊടുങ്കാടാണ്, മനസ്സിരുത്തണേ എന്നും പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, ആയിക്കോട്ടെ ചേട്ടാ അങ്ങനെയാവാമെന്നും പറഞ്ഞിട്ട് ഈ സീതയുടെ ഭാവത്തെ ഒക്കെ ഉറപ്പിച്ചു. ലക്ഷ്മണൻ നല്ല പറഞ്ഞാൽ കേൾക്കണമെന്ന് പേടിക്കാനില്ല, അവിടെ ഏൽപ്പിച്ചു. എന്തുണ്ടായി ചോദിച്ചാൽ, ഈ നോക്കൂ, രാമൻ മാനൻ്റെ അടുത്ത്, ഈ മാനാണെങ്കിൽ ആശ്രമത്തിൻ്റെ പരിധിയിൽ നിന്ന് ആരെ എങ്ങനെ കൊണ്ടുപോയി ദൂരെ എത്തിച്ചു? രാമനെ കുറേ ദൂരെ എത്തിച്ചു. രാമനെ ദൂരെ എത്തിച്ച സമയത്ത് ശ്രീരാമൻ ദൂരെ എത്തിയെന്ന് കണ്ടപ്പം ഈ മഹാനാണെങ്കിലോ പോന്ന് കുറേ ദൂരെ, ഇനിയിപ്പോൾ പേടിക്കാനില്ല, എന്തായാലും തൻ്റെ കാര്യം നേരെയാക്കാം, ലക്ഷ്മണനെയും കൂടി ഇങ്ങോട്ട് അവിടുന്ന് മാറ്റിയാലേ എന്തുണ്ടാവുള്ളൂ, രാവണനെ ആരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, സീതയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്ത് വേണം? അപ്പോഴേക്ക് രാമൻ എന്ത് ചെയ്ത് മാനൻ്റെ നേരെ ഒരു അമ്പ അങ്ങോട്ട് അയച്ചു. അമ്പ അയച്ച സമയത്ത് ഈ അമ്പ് ആർക്ക് കൊണ്ടു? മാരീചരാക്ഷസൻ രാമൻ്റെ അമ്പ് കൊണ്ടു നമ്മുടെ ഈ പിന്നെ മാനൻ്റെ രൂപത്തിലാണെങ്കിലും. ഈ മാൻ രൂപത്തിലാണെങ്കിലും എന്തേ ചെയ്തു വെച്ചിട്ടുണ്ട് വിചാരിച്ച പ്രാപ്തകാലം സപ്രാപ്തകാലമജ്ഞായ ചകാര ചതസ്വരം, മരിക്കായി എന്ന് കണ്ടപ്പോൾ അവൻ ഉറക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് മരിച്ചത്. എങ്ങനെ എന്ത് ശബ്ദം ഉണ്ടാക്കിയെന്നറിയോ? നോക്കൂ, നമ്മൾ ഈ സാധാരണഗതിയിൽ മിമിക്രിയൊക്കെ പറയപ്പോഴാണ്. മിമിക്രി ചെന്നർത്ഥം മറ്റൊരാളുടെ ശബ്ദത്തിൽ വർത്തമാനം പറയുക, സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതെപ്പോഴാണ് നമുക്ക് നല്ല മനസ്സിന് നല്ല സ്ഥിതിയുള്ള സമയത്തേ ഉണ്ടാവുള്ളൂ. ഇവൻ ഈ ചാവാൻ പോകുമ്പോഴും മിമിക്രി ആർട്ടിസ്റ്റായിട്ടാണ് ചാവണത്. ആര്? മാരീചനെ. എന്താ അങ്ങനെ പറയാൻ കാരണം? മാരീചൻ ചാവുകയി എന്ന് കണ്ടപ്പം സദൃശം രാഘവസ്യൈവ ഹാ സീതേ ലക്ഷ്മണേതി ച, എന്ത് പറഞ്ഞിട്ടാ ചത്തത്? നോക്കൂ, രാമൻ്റെ ശബ്ദത്തിൽ ഹാ സീതേ ഹാ ലക്ഷ്മണ എന്ന് പറഞ്ഞ ഉറക്കെ അങ്ങോട്ട് പറഞ്ഞാൽ ചത്തു വീണു. മാരീചൻ ചത്തു വീണ സമയത്ത് ഈ ഹാ സീതേ ഹാ ലക്ഷ്മണ എന്നുള്ള ശബ്ദം ആര് കേട്ടു? പർണശാലയിൽ സീത കേട്ടു. അപ്പോൾ സീതയ്ക്ക് തോന്നി
രാമൻ്റെ ശബ്ദമാണെന്ന് തോന്നി. അപ്പോൾ സീത എന്ത് ചെയ്തു? ഉവാച ലക്ഷ്മണനോട് പറഞ്ഞു, സീത എന്താ പറഞ്ഞ? ഗച്ഛ ജാനീഹി രാഘവം. കേൾക്കുന്നില്ലേ ശബ്ദം? ഏട്ടൻ്റെ ശബ്ദമാണ് കേൾക്കണത്. വേഗം ചെല്ലു എന്നും പറഞ്ഞു. അപ്പം ഇതൊന്നും കേട്ടിട്ട് ആര് പോയില്ല? നജഗാമ തഥോക്തസ്തു ഇത്രയൊക്കെ പറഞ്ഞിട്ടും നജഗാമ തഥോക്തസ്തു ഭ്രാതുരാജ്ഞ. ഏട്ടൻ തന്നോട് എന്താ പറഞ്ഞത്? എന്തു തന്നെ പ്രകോപനം ഉണ്ടായാലും ഇവിടുന്ന് പോവരുതെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് സീതയുടെ പ്രകോപനമൊന്നും ആര് കൂട്ടിയില്ല കണക്കിൽ? ഈ ലക്ഷ്മണൻ കണക്ക് കൂട്ടിയില്ല. എന്ത് ചെയ്തു? പോയില്ല. ന ജഗാമ പോയില്ല. തമുവാച തതസ്തത്ര ക്ഷുഭിത ജനകാത്മജ. എന്തു പറഞ്ഞിട്ടും ലക്ഷ്മണൻ അനങ്ങണില്ല. അപ്പം അത് കേട്ടപ്പം സീതയ്ക്ക് എന്ത് വന്നു? ദേഷ്യം വന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കോളൂ, സീത കുറച്ച് മോശമായിട്ടാണ് സംസാരിക്കണത്. ലക്ഷ്മണനോട് പാടില്ലാത്തതായിരുന്നു അത്. സീതയല്ല, ആരോടായാലും വിശേഷിച്ച് ലക്ഷ്മണനെ പോലെയുള്ള ഒരാളോടൊന്നും അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, ലക്ഷ്മണനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തല്ല ശുദ്ധമായ ഒരു സമ്പ്രദായം, ഒരു കളങ്കം അല്ലെങ്കിൽ ഒരു കാപട്യം, ഒരു ചീത്തത്തം, ഒരു ലവലേശം ഉള്ളിൽ പ്രവേശിക്കാതെ കണ്ട് എത്ര കാലമായി ഈ ജ്യേഷ്ഠൻ്റെ കൂടെ രാവില്ല പകലില്ല എന്ന് പറഞ്ഞ് ഓർമ്മ വച്ച നാൾ മുതൽ ആരുടെ കൂടെ ഉണ്ട്? ജ്യേഷ്ഠൻ്റെ കൂടെ ഉണ്ട്. ഇനി ഇതൊക്കെ ആയിട്ടും കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിച്ചു കൂട്ടിയാൽ മതി. അതില്ലാതെ കണ്ട് തനിക്ക് സുഖം വേണ്ട, തൻ്റെ സുഖമല്ല സുഖം, ഏട്ടന് സഹായമാവുകയാണ് വേണ്ടതെന്ന് കണക്കാക്കി കൂടെ പോകുന്നതാണ്. ഈ സീതയുടെ സാരിയും കുപ്പായും അതും ഇതും വസ്ത്രങ്ങൾ 14 കൊല്ലത്തേക്കുള്ളതൊക്കെ കയ്യിലുണ്ട്. ഘനിത്ര പിട്ടക്കാദികൾ അതുമുണ്ട്. കൈക്കോട്ടും കൊട്ടയും വട്ടിയും ചട്ടിയും അതുമൊക്കെ വേറെയുണ്ട്. എല്ലാ സാധനങ്ങളായിട്ട് ഒരു പരിചാരകനെ പോലെ കൂടെ, ഒരു പണിക്കാരനെ പോലെ സ്നേഹത്തോടെ, പണിക്കാരനെ പോലെയാണെങ്കിൽ പോലും സ്നേഹത്തോടെ ജ്യേഷ്ഠനെ കണക്കാക്കി പോകുന്ന ആ ലക്ഷ്മണൻ ഇത്ര കാലം കൂടെ നടന്നിട്ടും സീതയുടെ നേരെ ഒരു ചീത്തയായി വാക്ക് പറയേ, സീതയെ ചീത്തയായിട്ട് നോക്കേ, ചീത്തയായിട്ടൊന്ന് പെരുമാറുകയോ ചെയ്തു. സീതയ്ക്ക് പോലും ഉണ്ണിയെന്ന് വിളിക്കുമ്പോഴൊക്കെ മുമ്പിൽ തൊഴുത് വന്ന് എത്തിയിട്ട് ശ്രീരാമനെയും സീതയെ എങ്ങനെയാണ് കണക്കാക്കിയതൊക്കെ നമുക്കറിയാം. അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പണ്ട്. എന്താ പറഞ്ഞത്? രാമം. നമുക്ക് ഓർമ്മയില്ലേ അതൊക്കെ? അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിച്ച ആ മകൻ ആ അർത്ഥം ധരിച്ച ആ സമ്പ്രദായത്തിൽ അമ്മ എന്താണോ പറഞ്ഞത് അമ്മ അട്ടിൽ കണക്കാക്കിയിട്ട് പോകുന്നതാണ് കാട്ടിലേക്ക്. ഒരു ലവലേശ ഒരു ദിക്കിലും ഒരു പെശക ഒരു പാകപ്പഴ ആരുടെ കയ്യിലുണ്ടായിട്ടില്ല. ലക്ഷ്മണൻ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്മണൻ്റെ നേരെ നോക്കിയിട്ട് ഇപ്പോൾ സീത പറയണേ. എന്താ പറയുന്നത്? എന്തല്ലേ പൊക്കോളൂ, അങ്ങോട്ട് പൊക്കോളൂ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് ഏട്ടൻ പറഞ്ഞതല്ലേ പോവരുതെന്ന്. അങ്ങനെ പോവാതിരുന്ന സമയത്ത് ഈ സീത എന്താ ചെയ്തു? ക്ഷുഭിത ജനകാത്മജ. ദേഷ്യം വന്ന് ജനകാത്മജ സീത എന്ത് പറഞ്ഞു? സൗമിത്രേ മിത്രരൂപേണ ഭ്രാതുസ്ത്വാമസി ശത്രുവൽ. ഹേ ലക്ഷ്മണ, നീയെ സുഹൃത്തിൻ്റെ മാതിരി കൂടിയിട്ടുള്ള ശത്രു നീയെ. ഇല്ലെങ്കിൽ യസ്ത്വമസ്യാമവസ്ഥായാം ഭ്രാതരം നാഭിപത്സ്യസേ. ഇല്ലെങ്കിൽ ഏട്ടൻ ഇങ്ങനെ കഷ്ടത്തിലായിട്ട് നിലവിളിച്ച് കരഞ്ഞ് വിഷമിച്ചിരിക്കുമ്പം വിളിച്ചു കൂവി പറഞ്ഞിട്ട് പോലും ലക്ഷ്മണാന്ന് വിളിച്ചിട്ട് പോലും നീ അനങ്ങാണ്ടിരിക്കുകയല്ലേ? നീ ദുഷ്ടരിൽ ദുഷ്ടനാ. എന്താ കാരണം? ഇച്ഛസിത്വം വിനശ്യന്തം രാമം ലക്ഷ്മണ മൽക്കൃത്. നീ എൻ്റെ ഉള്ളിലിരിപ്പം എന്താണെന്നറിയോ? രാമൻ നശിച്ച് കാണണമെന്നാണ് നീ വിചാരിക്കുന്നത്. എന്തിന്? മൽക്കൃതേ, എന്നെ കൈക്കലാക്കാനേ. അത് കുറച്ച് കൂടിപ്പോയി. എന്ത് ആരോടെ ഈ പറയണതിൽ നമ്മൾ എന്താരോട് ചെയ്യും? വിശേഷിച്ച് ശുദ്ധന്മാരായ കൂട്ടരോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുമ്പം ഇതുപോലെയുള്ള ചില സന്ദർഭങ്ങൾ നമ്മൾക്കും ഇതിലും ക്രൂരമായ രീതിയിൽ നേരിടേണ്ടതായിട്ട് വരും. കയ്യിൽ വെച്ചോളൂ കേട്ടോ. ഇനി ഇതിന് സമാനമായൊരു സന്ദർഭത്തിൽ സീതപ്പെടുമ്പോൾ നമുക്ക് കാണാം. പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് നോക്കൂ ലക്ഷ്മണ, നീ ആര്? ഇച്ഛസിത്വം വിനശ്യന്തം. രാമൻ നശിക്കണം എന്ന് നീ ആഗ്രഹിക്കണോ? എന്തിനു വേണ്ടിയിട്ട്? ലക്ഷ്മണ മത്കൃത്തെ, എന്നെ കണക്കാക്കിയിട്ട്. അതായത് രാമൻ മരിച്ചാൽ എന്തല്ല പറയാൻ പോലും കൊള്ളില്ല. എന്നിട്ട് പറയേന് ലോഭാൻ, അതല്ലേ ഉണ്ടായത്? ലോഭാൻ മമകൃതേ നൂനം നനുഗച്ഛസി. നീയെ എന്നെ കിട്ടണമല്ലോ എന്നുള്ള ആർത്തി കാരണമാണ് നീ എന്നെ കൈക്കലാക്കണം എന്നുള്ള ആർത്തി കാരണം നീ പോവാത്തത്. രണ്ട് തവണയാണ് പറഞ്ഞത്. അത് എന്നിട്ട് പറഞ്ഞു നാനുഗച്ഛസി അല്ലേ ഭ്രാതരി, ഏട്ടൻ കഷ്ടത്തിലായപ്പോൾ നീ പോണില്ല. മാത്രമല്ല വ്യസനം ദേ പ്രിയം മന്യേ സ്നേഹോ ഭ്രാതരി നാസ്തിതെ. രാമന് ദുഃഖം ഉണ്ടാവലാന്ന് നിനക്ക് പ്രിയെന്ന് എനിക്ക് മനസ്സിലായി, അല്ലാതെ നീ ഈ പണി ചെയ്യില്ലല്ലോ. അതുകൊണ്ട് സ്നേഹോ ഭ്രാതരി നാസ്തി. എൻ്റെ ജ്യേഷ്ഠനോട് നിനക്ക് എന്തില്ല? സ്നേഹം ലവലേശമില്ല. തേനതിഷ്ഠസി വിശ്രദ്ധസ്തമപശ്യൻ മഹാദ്വിതി. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞിട്ടൊരു കുലുക്കല്ലാത്ത മട്ടില്
നീ ഇവിടെ ഉറച്ചു നിൽക്കണോ അന്ന് കിം ഹി സംശയമാപന്നേ തസ്മിന്നിവമയ. എന്ത് കഥയുണ്ടല്ലേ. അതുകൊണ്ട് എന്താ നീ ദുഷ്ടനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് സൗമിത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങോട്ട് പറഞ്ഞു വരും. എന്താ അല്ലേ ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ സമയത്ത് നമ്മുടെ ഈ രാമൻ്റെ കാര്യം ആലോചിച്ചിട്ട് ലക്ഷ്മണൻ ഇതിനൊന്നും മറുപടി പറയേ ദേഷ്യപ്പെടുകയേ ചെയ്തില്ല. ലക്ഷ്മണൻ പൊതുവേ ഇത്തിരി ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലൊക്കെയാണ് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ലക്ഷ്മണൻ്റെ ഭരതൻ പട്ടാളക്കാരായിട്ട് വരുന്ന സമയത്ത് ഒന്ന്, പിന്നെ അച്ഛൻ കാരണം മുടങ്ങി അഭിഷേകം എന്ന് കണ്ടപ്പോഴൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചതൊക്കെ നമുക്കറിയാം. ആ ലക്ഷ്മണൻ്റെ നേരെ നോക്കിയിട്ട് സീത ഇത്രയും പറഞ്ഞിട്ടും സീത എന്ത് ചെയ്തില്ല? ദേഷ്യപ്പെട്ടില്ല. ദേഷ്യപ്പെട്ടു ഇല്ല. പക്ഷേ നോക്കൂ, അതിലൊരു പ്രത്യേകതയുണ്ട്. ലക്ഷ്മണൻ ദേഷ്യപ്പെട്ട രണ്ട് സന്ദർഭം ഏതാണ്? ഒന്ന് സ്വന്തം അച്ഛൻ്റെ കാര്യത്തിൽ ദേഷ്യപ്പെട്ടു, രണ്ടാമത് സ്വന്തം സഹോദരൻ്റെ കാര്യത്തിൽ ദേഷ്യപ്പെട്ടു. സീത ലക്ഷ്മണനെ സംബന്ധിച്ചിട്ട് സ്വന്തം കൂടപ്പറപ്പാണോ അച്ഛമ്മങ്ങളാണോ രക്തബന്ധക്കാരിയല്ല. പക്ഷേ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അത് അന്യ കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്ത് നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് എത്ര ദേഷ്യം തോന്നിയാലും അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ എന്ത് ചെയ്യരുത്? കടന്ന് കയറി എന്ത് പറയരുത്? നമ്മുടെ ഏട്ടനോടോ എടുത്തിയോടോ അനിയനോടോ അമ്മോടോ അച്ഛനോടോ മുഷിഞ്ഞ് പറഞ്ഞാൽ പോലും ആ ജാതി മുഷിച്ചിൽ ആരോട് പറയരുത്? ഏട്ടനോട് പറയുകയാണെങ്കിൽ പോലും എടുത്തമ്മോടോ ജാതി പറയരുത്. എന്താ കാരണം? അവർക്ക് വേദനിക്കും. എന്തുകൊണ്ട്? അച്ഛനോട് പറഞ്ഞാൽ അച്ഛനറിയാം നമ്മുടെ സ്വഭാവം അറിയാം, എന്നാവില്ല എന്നറിയാം. എന്താ കാരണം? അത്രയ്ക്കൊന്നും തോന്നില്ല. അമ്മയ്ക്ക് അറിയാം, അത് പണ്ടേ ശീല, അങ്ങനെയാണ് ഉണ്ണി എങ്ങനെയാണ് അറിയാം. ജ്യേഷ്ഠനെ പറഞ്ഞാലും നമ്മുടെ ഏതാണ്ട് സ്വഭാവമൊക്കെ ആർക്കറിയാം? ജ്യേഷ്ഠനറിയും. ജ്യേഷ്ഠത്തിയമ്മ എന്ത് വിചാരിക്കുക അങ്ങനെ പറഞ്ഞാൽ? വേദനിക്കില്ലേ മനസ്സ്? ആ ഉള്ളിൽ നിന്ന് പോവുമോ? അത് പോവില്ല. അതുകൊണ്ടായിരിക്കണം ലക്ഷ്മണനൊന്നും മിണ്ടി. എന്തൊരു പാകതയല്ലേ ലക്ഷ്മണൻ. ഇങ്ങനെയൊക്കെ കുത്തി കുത്തി വേദനിപ്പിച്ചിട്ടും ഇത്രയൊക്കെ ദുഷ്ടത പറഞ്ഞപ്പോൾ ഒന്ന് രണ്ടെണ്ണം ആർക്ക് പറഞ്ഞാലും നമ്മൾ തെറ്റ് പറയില്ല. ലക്ഷ്മണൻ മിണ്ടിയില്ല. ലക്ഷ്മണൻ പറഞ്ഞു, എന്താ എടുത്തിയമ്മ, ഞാൻ ഒന്ന് പറയേട്ടനെ ചൊല്ലി എടുത്തിയമ്മ കരയരുത്. പന്നകാസുരഗന്ധർവ ദേവമാനുഷരാക്ഷസൈ അശക്യസ്തവ വൈദേഹി ഭർത്താജേതുന്ന സംശയ. നാഗങ്ങൾക്കോ യക്ഷന്മാർക്കോ കിന്നരന്മാർക്കോ ഗന്ധർവന്മാർക്കോ കിംപുരുഷന്മാർക്കോ ചാരണന്മാർക്കോ ദേവന്മാർക്കോ അസുരന്മാർക്കോ രാക്ഷസന്മാർക്കോ ഒരാൾക്കും ഹേ ദേവി വൈദേഹി ഭർത്താജേതും ന സംശയ. അമ്മയുടെ ഭർത്താവ് രാമനെ ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദേവി ദേവമനുഷ്യേഷു ഗന്ധർവേഷു പതത്രിഷു രാക്ഷസേഷു പിശാചേഷു കിന്നരേഷു മൃഗേഷു ദാനവേഷു ചഘോരേഷു ന സവിദ്യ. ഒരാളുടെ ഇടയ്ക്കും രാമനെ ജയിക്കാൻ പറ്റിയവര് ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവധ്യസമരേ രാമ, രാമനെ യുദ്ധത്തിൽ കൊല്ലാൻ ആർക്കും പറ്റില്ല. നൈവം ത്വം വക്തുമരിഹസി. അതുകൊണ്ട് എടുത്തിയമ്മ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആര് പറഞ്ഞു? ലക്ഷ്മണൻ പറഞ്ഞു, നത്വാമസ്മിൻ വനേഹാതും ഉത്സഹേ രാഘവം വിന. പാവോ ലക്ഷ്മണൻ പറഞ്ഞു, എന്തായാലും എടുത്തിയമ്മ ഒറ്റയ്ക്ക് കാട്ടിലിട്ട് പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഏട്ടനും കൂടി ഇല്ലാത്തപ്പോൾ. ആര് പറഞ്ഞു? അതാണ് പ്രമാണം. എന്തെന്നെ എന്നെ വിളിച്ചാലും ഞാൻ ഏടത്തിയമ്മ ഇവിടെ ഇട്ട് ഞാൻ പോവില്ല. കാരണം എന്താണ്? ഇക്കാട്ടിലിട്ട് പോവില്ല, ഏട്ടനും കൂടി ഇല്ലാത്ത സമയത്ത് ഞാൻ പോവില്ല. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഹൃദയം നിർവൃതം ദേസ്തു സന്താപസ്ത്യജിതാമയം. അതുകൊണ്ട് ഹൃദയം ശാന്തമാക്കൂ, ഈ ദുഃഖം കളയൂ. അല്ല അതല്ലേ ചിന്തിക്കരുത്, ഏട്ടനൊരു ബുദ്ധിമുട്ടും വരില്ല. ആഗമിഷ്യതി തേ ഭർത്താ ശീഘ്രം ഹത്വ മൃഗോത്തമം. ധൃതിയിൽ ആ മാനിനെയും കൊന്ന് ഏട്ടൻ ധൃതിയിൽ പടക്കി വരും, കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞു. ആരോട്? സീതയോട് പറഞ്ഞു. സീതയോട് ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച സമയത്ത് സീത എന്താ വെച്ചിട്ടുണ്ടോ, ആദ്യം പറഞ്ഞപ്പോൾ എന്നാൽ രണ്ടാമതെങ്കിലും ഒരു ആശ്വാസം വേണ്ടേ? സീത രണ്ടാമതും അതിനേക്കാൾ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത്. സീത പറഞ്ഞു, അനാര്യ. അനാര്യ എന്നൊക്കെ വിളിച്ചാലേ എന്താ അതിന് തർജ്ജമ പറയേണ്ടത്? ആര്യൻ വെച്ചാൽ ശ്രേഷ്ഠൻ, അനാര്യ എന്ന് പറഞ്ഞാലോ നീച എന്നർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. അനാര്യ, ഹേ നീച സമ്പ്രദായക്കാരാ, അകരുണാരംഭ, ദുഃഖിക്കുന്നവരുടെ കരുണയില്ലാത്തവനെ, നൃശംസ, ദുഷ്ട, കുലപാംസന. നമ്മുടെ കൈകയുടെ ആ ഇത് കഴിഞ്ഞ ശേഷം ജാതി കേട്ടിട്ടില്ല. എന്ത് കൈകയുടെ ആ കൊടികുത്തി വാഴുന്ന കാലത്തെ ജാതി വാക്കൊക്കെ നമ്മൾ കേട്ടത്. രാമൻ്റെ അഭിഷേകം മുടങ്ങിയ കാലത്ത് രാജാവും കൈകയും കൂടി പറയുന്ന സമയത്ത് കൈകയെ രാജാവ് വിളിച്ചതും പിന്നെ അതിൻ്റെ പിറ്റേത്തെ ആഴ്ച ഭരതൻ കൈകയെ വിളിച്ചതൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ ഭരദ്വാജ മഹർഷിയൊക്കെ ഇടപെട്ട് അതൊക്കെ നിന്നതാണ്.
ഇപ്പം എന്ത് വിളിക്കണു? ഇതാ വിളിച്ചത്, ഹേ അനാര്യ അകരുണാരംഭ നൃശംസ ദുഷ്ടരിൽ ദുഷ്ട കുലപാംസന, ഈ വംശത്തിനെ ദൂഷിപ്പിക്കണവനെ, അഹം തവ പ്രിയം മന്യേ രാമസ്യ വ്യസനം മഹൽ, എനിക്ക് തോന്നുന്നു രാമൻ ഉണ്ടാവണ ദുഃഖവും ദുരിതമാണ് നിന്റെ സന്തോഷം എന്ന് ഞാൻ മനസ്സിലാക്കണോ. അതുകൊണ്ട് രാമസ്യ വ്യസനം ദൃഷ്ടുവ തേനൈതാനി പ്രഭാഷസേ, രാമൻ കഷ്ടത്തിലായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ നീ ഇവിടെ ഇരുന്ന് വലിയ ജാതി പ്രഭാഷണം നടത്തണു. ആര് പറഞ്ഞു? വലിയ വർത്തമാനല്ലേ നീ പറയണത്. നെയ്ത ചിത്രം സപഗ്നേഷു പാപം ലക്ഷ്മണ യദ്ഭവേത്. അത്ഭുതം തോന്നണില്ല എനിക്ക്, നിന്റെ ഈ സ്വഭാവത്തിലൊരു അത്ഭുതം തോന്നണില്ല. എന്താ കാരണം എന്നറിയോ? നീ ഇങ്ങനെയൊക്കെ ചെയ്യും. കാരണം ത്വദ്വിധേഷു നൃശംസേഷു നിത്യം പ്രച്ഛന്നചാരിഷു, നിന്നെപ്പോലുള്ള ദുഷ്ടന്മാരുണ്ട് പ്രച്ഛന്ന വേഷം കെട്ടി നടക്കണവര്. ഞങ്ങളുടെ കൂടെ നടക്കുമ്പം തോന്നും നീ ഞങ്ങളുടെ വലിയ സേവകനാണെന്ന്. പക്ഷെ നീ സേവകനല്ല, നീ ആരാന്നറിയോ? നീ ദുഷ്ടനാണ്. ചെന്നായ ആട്ടിൻതോലിട്ട ചെന്നായാണ് നീയെ. സുദൃഷ്ടസ്ത്വം വനെ രാമമേകമേവാനുഗച്ഛസ, ഇല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് രാമൻ കാട്ടിക്ക് പോരുമ്പം പോരില്ലല്ലോ, എന്തെങ്കിലും ഉദ്ദേശമില്ലേണ്ട പോരുമോ? നീ എന്തൊക്കെയല്ലേ പറയണത്? ആ ലക്ഷ്മണൻ സ്വപ്നത്തിൽ പോലും നിരീക്കാത്തത്. മമഹേതോ പ്രതിച്ഛന്ന പ്രയുക്തോ ഭരതേനവാ, നീ എന്നെ കണക്കാക്കിയിട്ടാണ് ഒറ്റയ്ക്ക് ആരും ഇല്ലാത്ത കാലത്ത് ഏട്ടൻ്റെ കൂടെ കാട്ടിക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ ഭരതൻ തന്നെ വേഷം കെട്ടി അയച്ചതാവും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. നമ്മൾ പറയുന്നില്ലല്ലോ. ആര് പറഞ്ഞു? സീത പറഞ്ഞു. അതുകൊണ്ടേ പറയാം, തന്ന സിദ്ധ്യതി സൗമിത്രേ, നീ എന്നെ കണക്കാക്കിയിട്ടാ പോകുന്നത് വെച്ചാൽ നടക്കില്ല കുട്ടിയെ, ഒരു കാലത്ത് നടക്കില്ല. എന്താ കാരണം? മമഹേതോ പ്രതിച്ഛന്ന, അത് സൂക്ഷിച്ചോളൂ. പറയാം, തവവാ ഭരതസ്യവാ കഥം ഇന്ദീവരശ്യാമം പത്മപത്ര നിഭേക്ഷണം രാമം, എങ്ങനെ നിങ്ങൾക്ക് രാമനെ തൊടാൻ കിട്ടും? അത് ഞാൻ പറയാം. എന്താ നിശ്ചയുണ്ടോ? നിൻ്റെ ഈ കഥ ഒരു കാലത്ത് നടക്കില്ല, സൂക്ഷിച്ചോളൂ ദുഷ്ട. ആരോട് പറഞ്ഞു? ഇത്രയൊക്കെ ലക്ഷ്മണൻ എന്ത് ജാതി? വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ ലക്ഷ്മണൻ ജാതിയൊക്കെ കേട്ട എന്ത് ചെയ്യേണ്ടതാണ്? ഓരോന്നിനും മറുപടി ഒരു 2 പേജിലെങ്കിലും ഒരു 500 വാക്കിൽ കുറയാതെ ഉത്തരാരം എഴുതും. ലക്ഷ്മണൻ എഴുതേണ്ടതാണ്. ലക്ഷ്മണൻ്റെ ഒരു എസ്സേ എഴുതുന്ന സമ്പ്രദായം വെച്ച് നോക്കിയാൽ ലക്ഷ്മണൻ എന്തേ പറഞ്ഞു എന്നറിയും? അപാരനുണ്ട് ലക്ഷ്മണൻ. നമ്മൾ വിചാരിച്ചതിൻ്റെയൊക്കെ എത്രയോ മേലെയാണ്. ലക്ഷ്മണൻ പറഞ്ഞു, നോക്കൂ, ഉത്തരം നോത്സഹേ വക്കതും ദൈവതം ഭവതി മമ, ദേവി എന്നോട് ഈ പറഞ്ഞ വർത്തമാനങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഉത്സാഹിക്കണില്ല, മറുപടി ഞാൻ പറയില്ല. എന്താ കാരണം? ഭവതി ദൈവതം മമ, എടുത്തിയമ്മ എനിക്ക് ഭഗവതിയാ. എന്താണ്? ദേവിയാണ്, മനുഷ്യ സ്ത്രീയല്ല, എനിക്കൊരു ഈശ്വര സ്വരൂപമാണ് എടുത്തിയമ്മ. അതുകൊണ്ട് വാക്യം അപ്രതിരൂപം തോ ന ചിത്രം സ്ത്രീഷു മൈഥിലി, അങ്ങനെയല്ല മൈഥിലി. ചിലപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ദേഷ്യം പിടിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, അതിൽ വലിയ തർക്കമില്ല എന്നും പറഞ്ഞു. എന്ത് പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം പിടിച്ചാലേ അവരിങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്നൊക്കെ വരും. പക്ഷെ അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. അപ്പോഴും ലക്ഷ്മണനാ പറഞ്ഞത് സ്ത്രീകളെ നിന്ദിച്ചിട്ടല്ല. എന്താ ചെയ്തത്? സ്ത്രീകൾ ചിലപ്പം ദേഷ്യപ്പെടുമ്പം ഇങ്ങനെയൊക്കെ വൈകാരികമായിട്ടൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. നമ്മളതിനെ അർത്ഥത്തിലേ എടുക്കണ്ടു. അല്ലാതെ ഭാര്യ എന്തെങ്കിലും 2 പറഞ്ഞതിന് ഡൈവോഴ്സിൻ്റെ കടലാസ് ഉണ്ടാക്കാനൊന്നും വക്കീലിനെ കാണാൻ പോകേണ്ട കാര്യം ഇല്ലയെന്ന്. അത് ദേഷ്യത്തിന് അങ്ങടെ പറഞ്ഞതാവും. അത് കഴിയും ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതേ ഇരിക്കും എന്നാ പറഞ്ഞതേ. അല്ലെങ്കിൽ സ്ത്രീകൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും. അതൊന്നും നമ്മൾ ഇപ്പം ശരി തന്നെയാ. കൗസല്യൊക്കെ ഇടയ്ക്ക് ആരോട് പറയാറുണ്ട്? ദശരഥനോടൊക്കെ 1-2 തവണ പറഞ്ഞത് ഓർമ്മയില്ല. എന്നാൽ അപ്പം തന്നെ എന്തും പറയും, മാപ്പവും പറയും. രാജ്യം അറിയണ്ട പറഞ്ഞു, ഓർമ്മയില്ലേണ്ട പറഞ്ഞതാണ്. ആകെ ഓർമ്മയുള്ള സമയം കുറച്ചേ ഉള്ളൂ, അപ്പോൾ അത് പറയണത്. പിന്നെ ഓർമ്മയില്ലാണ്ട് ആവണമുണ്ട്. എന്നിട്ട് കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊന്നൊരു വലിയ ആലോചനയായിട്ട് കൂട്ടിയിട്ടില്ല. പറഞ്ഞു, സ്വഭാവസ്ത്വേഷ നാരീണാം ഏവം ലോകേഷു ദൃശ്യത. ഇങ്ങനെ ഒരു സ്വഭാവം സ്ത്രീകൾക്ക് ലോകത്തെ കാണാൻ. എനിക്കൊക്കെ ഒരു കോപം താപമൊന്നും ഇല്ല. എന്നുവെച്ചാൽ ഒരാളുടെ സ്വഭാവം ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരാളുടെ സ്വഭാവം ഇങ്ങനെ മാറണതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അദ്ദേഹം അങ്ങനെ മാറി പെരുമാറി വന്നാൽ നമുക്ക് ഇത് തോന്നില്ല, പെട്ടെന്നൊരു ആഘാതം തോന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ നമസ്കരിക്കുകയാണെന്നും പറഞ്ഞു. നഹീദൃശം എന്താ വാക്യം വൈദേഹി ജനകാത്മജെ, എന്തായാലും ഇങ്ങനത്തെ വാക്ക് പറയരുതായിരുന്നു സീതാദേവി. എടുത്തിയമ്മേ ആരോട് പറഞ്ഞു? ലക്ഷ്മണൻ സീതയോട് പറഞ്ഞു. ഏതായാലും വളരെ മോശമായിട്ട് സംസാരിച്ച രീതിയിൽ ഇനി ഇവിടെ നിൽക്കണതിൽ എന്തില്ല. സീത ഇപ്പം തന്നെ എന്ത് ചെയ്തിരിക്കണു? ഒരു ചീത്തത്തക്കാരനായിട്ട് സംശയിച്ചിരിക്കണു. ഇനി തനിക്കൊരു നല്ലയാളായിട്ട് അവിടെ നിൽക്കണതിൽ ഇപ്പം അർത്ഥം ഇല്ല. ആര് പറഞ്ഞാലും രാമൻ ഇത് മനസ്സിലാക്കിയിട്ടല്ലല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഒരാളെ നമ്മളെക്കുറിച്ച് മോശമായിട്ട്
ധരിച്ച് വശമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ നല്ല ആളാണെന്ന് കാണിച്ചതുകൊണ്ട് അയാൾ നല്ല ആളായിട്ട് നമ്മളെ കൂട്ടില്ല. പിന്നെ എപ്പോഴത് മനസ്സിലാവുക? പറഞ്ഞ ആൾക്ക് സ്വയം ബോധ്യമാവണം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടാണ് പറഞ്ഞതെന്ന് ബോധ്യമായിട്ട് വന്നാലേ ആ ബന്ധം പിന്നെയും വീണ്ടും പഴയ മട്ടാവുള്ളൂ. ഇപ്പം നമ്മളെ ഒരാൾ ദുഷിച്ച കള്ളനാണെങ്കിൽ ചീത്തത്തക്കാരനാണെന്ന് ധരിച്ചാൽ നമ്മളവിടെ പോയിട്ട് ഞാൻ ചീത്തത്തക്കാരനും ഞാൻ മഹാകേമനാണേ എന്നും പറഞ്ഞതുകൊണ്ട് അതിനൊരു ഫലം വരില്ല. ലക്ഷ്മണൻ പിന്നെ തൻ്റെ ഭാഗം ന്യായീകരിക്കാനൊന്നും നിന്നില്ല. ഞാൻ എന്നെ കണക്കാക്കി വന്നതല്ലാന്നോ, ഭരതൻ്റെ ചാരനല്ലാന്നോ, അല്ലെങ്കിൽ കാട്ടിക്ക് പോകുന്നത് ഇന്നതിനാണെന്നോ, ജ്യേഷ്ഠനോട് എനിക്ക് മഹാകേമായ സ്നേഹമുണ്ടെന്നൊന്നും ആരും സ്ഥാപിക്കാൻ നിന്നില്ല. ഇവിടെ ഇന്നും വാക്കിന് വിലയുണ്ടാവണ സ്ഥലമല്ല. അപ്പം അതുകൊണ്ട് രാമൻ്റെ കാര്യം ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി ഞാൻ പോയിക്കോളാം, നിവൃത്തിയില്ല. എന്താ കാരണം? ഈ വാസ്തവം പറഞ്ഞാലേ ഈ ഒരു ദുരിത സന്ദർഭം സീത ചോദിച്ചു വാങ്ങിയതാണ്. ഇങ്ങനെയൊരു കഷ്ടപ്പാടുണ്ടാവാൻ പോവുകയാണ്. ഇനി ഈ കഷ്ടപ്പാടുണ്ടാവാനായിട്ടുള്ളൊരു സന്ദർഭം ആര് ചോദിച്ചു വാങ്ങിയതാണ്? മനഃപൂർവ്വം സീത ഉണ്ടാക്കിയതാണ്. ഇത് ഈ ലക്ഷ്മണനോട് ഈ കഠിനവാക്ക് സീത പറഞ്ഞേർന്നില്ല വെച്ചാൽ എന്തുണ്ടാവും? ലക്ഷ്മണൻ അവിടെ ഉണ്ടാവും. ലക്ഷ്മണൻ അവിടെ ഉണ്ടെച്ചാൽ വേറെ ദുരിതമൊന്നും സീതയ്ക്ക് ഉണ്ടാവില്ല. അപ്പം ഈ ആപത്ത് ആരുണ്ടാക്കി? സ്വയമേവ സീത ഉണ്ടാക്കി. പറഞ്ഞു വന്നാൽ എന്താണെന്നറിയൂ, നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന പല ദുരിതങ്ങളും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കണതാണ്. നല്ല പ്രായത്തിൽ 10-18 വയസ്സുള്ള കാലത്ത് ആ ചോര തിളയ്ക്കണ പ്രായത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്? മരത്തമ്മ കയറാൻ അറിയില്ലെങ്കിലും മുറ്റത്തെ മാവുമ്മ കയറിയതും മൂര കുത്തി വീണതും. ഇപ്പോൾ വയസ്സ് 88 ഇപ്പോഴും കോട്ടയ്ക്ക് പോകുമ്പം പറയും പണ്ടൊരു വീഴ്ച ഉണ്ടായില്ലേ ചോദിക്കും. ജ്യോതിഷക്കാരാണ് അവരൊക്കെ. എന്താണ്? ശരി, ഉണ്ടായി. എന്നിട്ടപ്പം എന്താ ഉണ്ടായേ? അത് കാരണം ഇപ്പം എന്നിപ്പോൾ അപ്പം ആ പ്രായത്തിൽ ഉണ്ടാക്കി വെച്ചതാണ് പിന്നീടുള്ള പ്രായത്തിൽ. അപ്പം അന്ന് അറിഞ്ഞോ അറിയാണ്ടോ, പറഞ്ഞിട്ട് കേൾക്കായോണ്ടോ പറഞ്ഞ് കേട്ടിട്ടോ എന്തുകൊണ്ടോ ഉണ്ടാക്കി വെച്ചത് പിന്നീട് അനുഭവിക്കണ മാതിരി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പലതും നമ്മളായിട്ട് പല കാലത്തായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ചില അന്തല്യായോളാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇവിടെ എന്താ ഉണ്ടായത്? പറഞ്ഞു, ഉപശൃണ്വന്തു, എല്ലാവരും കേട്ടോളൂ. ഉപശൃണ്വന്തു മേ സർവേ സാക്ഷിണോ വനദേവതാഹ, വനദേവതമാരെ നിങ്ങളെല്ലാവരും കാത്തോളൂ. ആരെ? എൻ്റെ എടുത്തിയമ്മയെ കാത്തോളൂ. മാത്രമല്ല എന്തുണ്ട്? ന്യായവാദീ യഥാവാക്യം ഉക്കുതോഹം പരുഷം ത്വയാ. അതുകൊണ്ട് ഞാൻ ന്യായമായ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ നേരെ പരുഷാണ് പറഞ്ഞത്. അതുകൊണ്ട് ധിക്വാമദ്യ പ്രണശ്യന്തീം യന്മാം ഏവം വിശങ്കസേ. എടുത്തിയമ്മേ ഞാനിങ്ങനെ വിചാരിക്കണോ നശിക്കാൻ പോവുകയാണ് എടുത്തിയമ്മാന്ന് ഞാനിങ്ങനെ ധിക് കഷ്ടം ത്വാം ഏവം എടുത്തിയമ്മ എങ്ങനെ ആണ് എന്താവണോ? അതിലേതായത് പ്രണശ്യന്തീം വിശങ്കസേ, നശിച്ചു പോവുകയെന്ന് ഞാനിങ്ങനെ പേടിക്കണു. എടുത്തമ്മയ്ക്ക് നാശം എടുത്തു എന്ന് ഞാൻ പരിഭ്രമിക്കുകയാണ്. ഇല്ല അങ്ങനെ പറയാൻ വഴിയില്ല. ഇല്ലെങ്കിൽ എന്നോടിങ്ങനെ സ്ത്രീത്വാൽ ദുഷ്ടസ്വഭാവേന ഗുരുവാക്യേ വ്യവസ്ഥിതം ഗച്ഛാമി യത്ര കാകുൽസ്ഥ സ്വസ്തിതേസ്തു വരാനനേ. ലക്ഷ്മണൻ പോവുകയാണ്. എന്താ പറഞ്ഞത്? സ്ത്രീത്വാദ, സ്ത്രീ സമ്പ്രദായം കൊണ്ടോ ദുഷ്ടസ്വഭാവേന എന്തോ ഒരു ദുഷ്ടത ഉള്ളിലുണ്ടാവുകൊണ്ടോ ഗുരുവാക്യേ വ്യവസ്ഥിതം, ജ്യേഷ്ഠൻ പറഞ്ഞ വാക്ക് തെറ്റാതെ കണ്ട് അതിൽ ഉറച്ചു നിൽക്കണേ എന്നെ ഈ വിധത്തിൽ പറഞ്ഞിവിടുന്ന് പറഞ്ഞയക്കല്ലേ. അതുകൊണ്ട് ഗച്ഛാമി യത്ര കാകുൽസ്ഥ, രാമേട്ടൻ എവിടെയാണോ ഇരിക്കുന്നത് അങ്ങോട്ട് ഞാൻ പോവുകയാണ്. സ്വസ്തിതേസ്തു വരാനനെ, എടുത്തമ്മയ്ക്ക് നന്മയുണ്ടാവട്ടെ അനുഗ്രഹം പറഞ്ഞ് ലക്ഷ്മണൻ നിമിഷം അവിടെ നിന്നില്ല, ഇറങ്ങി. എങ്ങട്? ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി രക്ഷന്തു മാം വിശാലാക്ഷി സമഗ്രാ വനദേവതാഃ നിമിത്താനി ച ഘോരാണി യാനി പ്രാദുർഭവന്തി മേ അപി ത്വാം സഹ രാമേണ പശ്യേയം പുനരാഗത. പാവാക്കൊട്ടുള്ള വിചാരം. അപ്പോൾ എന്താ പറഞ്ഞത്? രക്ഷന്തു മാം വിശാലാക്ഷി, സുന്ദരിയായിരിക്കണം എൻ്റെ എടുത്തിയമ്മേ. അല്ലേ ആരെ രക്ഷിക്കട്ടെ? വനദേവതാഹ, ഈ കാട്ടിലെ വനദേവതമാര് സീതാദേവി രക്ഷിക്കട്ടെ. നിമിത്താനി ഹി ഘോരാണി, ഘോരങ്ങളായ നിമിത്തങ്ങളും ശകുനങ്ങളുമാണ് നാട്ടിൽ മുഴുവനും അന്തരീക്ഷത്തിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് അപിത്വാം സഹരാമേണ പശ്യേയം പുനരാഗത, തിരിച്ചു വരുമ്പം ജ്യേഷ്ഠൻ്റെ കൂടെ ഏടത്തിയമ്മയെ കാണാൻ സാധിക്കണേ ഭഗവാനേ എന്ന് പ്രാർത്ഥിച്ചാര് പോയി. ലക്ഷ്മണൻ ചെറിയൊരു മുൻകൂട്ടി കാഴ്ചയുള്ള ആളാണെന്നാണ് തോന്നണത്. പറഞ്ഞ വാചകം എന്താണ്? തിരിച്ചു വരുമ്പോഴും ജ്യേഷ്ഠൻ്റെ കൂടെ
ജ്യേഷ്ഠത്തിയമ്മയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ പോവുകയും ചെയ്തു. ലക്ഷ്മണൻ പോയിട്ട് എന്തേണ്ടായെന്നറിയോ? ലക്ഷ്മണൻ ഓടി അതാണ് ഗോദാവരീം പ്രവക്ഷ്യാമി ഹീനാരാമേണ ലക്ഷ്മണ. അതുണ്ടായത്, ഞാൻ രാമനെ കണ്ടില്ല വെച്ചാൽ ഞാൻ ഗോദാവരിയിൽ ചാടിച്ചാവും. ആബന്ധിഷ്യേഥവാ തെക്ഷ്യേ വിഷം. അതിലേക്ക് രാമനെ കണ്ടില്ല വെച്ചാൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും, വിഷം തിന്ന് ചാവും എന്നൊക്കെ പറഞ്ഞു. പിബാമി വാ വിഷം, തീക്ഷണം വിഷം കഴിച്ച് ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് വിഷമിച്ച് തലതല്ലി കരയണ സീതാദേവിയുടെ അടുത്ത് ചെന്ന് തൊഴുതിട്ട് ഈ ലക്ഷ്മണൻ പറഞ്ഞു, തമാർത്തരൂപാം. എന്താണ് അതുണ്ടായത്? പാണിഭ്യം, നെഞ്ചത്ത് തല്ലി കരയണ, തലയ്ക്ക് തല്ലിയിട്ട് രണ്ട് കൈയെടുത്ത് തലയ്ക്ക് തല്ലണു, നെഞ്ചത്ത് തല്ലണു, അങ്ങനെ കരയണ സീത